റെഡി ആയില്ലേ? ആ റെഡിയായി. മോൾ എപ്പോഴേക്കും വീണ്ടും സ്നഗ്ഗി നനച്ചു. ഓ ആ പ്രതിഭയെ കൊണ്ടുവിട്ടിട്ട് സത്യനും ഇങ്ങെത്തി. എന്റെ ഇന്ദ്ര, നിന്റെ ഭാര്യയുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? രാഹുകാലത്തിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ കാരണം ഇറങ്ങാതിരിക്കണ്ട. ഈ ബാഗ് കൂടി വെച്ചേക്ക് ഇന്ദ്ര. മോന്റെ ഫുഡൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവന്റെ ഫുഡും മെഡിസിനൊക്കെ അതിലുണ്ട്. ആ പ്രതിഭയ്ക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ സത്യ? സങ്കടപ്പെട്ടിട്ട് ഇപ്പൊ എന്താ? ഡോക്ടർ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ? അവളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു യാത്ര പോവാൻ സത്യ. ആ ശരി, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ഇറങ്ങി. വിനയനാണല്ലോ. എടുക്കാതിരിക്കുന്നത് നല്ലത്. വല്ല കൊട്ടേഷനും ആണെങ്കിലേ യാത്ര മുടങ്ങും. വിനയനല്ലേ ആള്. ശരി ഇന്ദ്രേട്ടാ, ഇപ്പൊ എടുക്കണ്ട. നമുക്ക് ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം തിരിച്ചു വിളിക്കാം. അതായിരിക്കും നല്ലത്. അതെന്താ, വിനയൻ അത്രയ്ക്ക് മോശക്കാരനാണോ? അല്ല, അവനിപ്പോഴും അനന്തമാഷിന്റെ മരുമകൻ തന്നെയാണല്ലോ. അമ്മ എന്തിനാ അച്ഛനെ ആവശ്യമില്ലാതെ ഇതിലേക്ക് വലിച്ചയക്കുന്നേ? ആ വിനയൻ ചില സമയത്ത് ഒരു തലവേന തന്നെയാ. നമുക്കെന്നാ വിട്ടാലും എന്തിരേട്ടാ. വാ. ശരിടാ. ഇതൊരു തലവേനയായല്ലോ. അവൻ തന്നെ വിളിക്കുന്നേ. എടാ എടാ, നീ ആ ഫോണിനെടുത്ത് അവനോട് എന്താണെന്നൊന്ന് ചോദിക്കടാ. ആവശ്യമുള്ളതുകൊണ്ടല്ലേ രണ്ടാമതും വിളിക്കുന്നേ. എടുത്ത് കാര്യം ചോദിക്കാൻ അത്രയ്ക്ക് സമയമൊന്നും വേണ്ടല്ലോ. ഹലോ. ആ വിനയ. വിനയനല്ല ഇന്ദ്ര, രഘുവാ. എന്റെ കയ്യിൽ ഫോണില്ലാത്തോണ്ടേ വിനയന്റെ ഫോണിൽ നിന്ന് വിളിച്ചതാ. അല്ല, രഘുവും വിനയനും ഇപ്പൊ എവിടെയാ? വീട്ടിൽ തന്നെയല്ലേ? അല്ലടാ, വിനയൻ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ വിനയന്റെ കൂടെ നിന്ന് പുറത്തു വന്നതാ. ഇന്ദ്ര, എന്റെ വണ്ടി നീ കൊണ്ടുപോയില്ലേ? എനിക്കിപ്പോ ഒന്ന് പുറത്തു പോകണമെങ്കിലേ ഇതുപോലെ ആരോടെങ്കിലൊക്കെ സഹായം ചോദിക്കേണ്ട അവസ്ഥയാ. പിന്നെ അത് രഘു, ഞാൻ അല്ല ഇന്ദ്ര, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. അമ്മാവനും അമ്പിളിയും നിർബന്ധിച്ചിട്ടാ നീ ആ വണ്ടി കൊണ്ടുപോയെന്ന് എനിക്കറിയാം. സാരമില്ലെന്നേ. ഞാനേ ഇപ്പൊ തന്നെ അങ്ങോട്ടൊന്ന് വണ്ടി എടുത്തോളാം. നീ അതിന്റെ ചാവി ഒന്ന് അവിടെ വച്ചിരുന്നാൽ മാത്രം മതി. അയ്യോ രഘു, നിനക്ക് വണ്ടി ഇന്ന് തന്നെ വേണം നിർബന്ധമാണോ? പിന്നെ വേണം. എനിക്കെന്നെ വണ്ടി ഇടാതെ പറ്റില്ല ഇന്ദ്ര. ഞാനേ ഇവിടെ നിന്ന് ആദ്യം കിട്ടുന്ന വണ്ടി കയറി അങ്ങോട്ടേക്ക് വരാം. നീ ഫോൺ വെച്ചോ. ഹലോ. ഫോൺ കട്ട് ചെയ്തില്ലോ. എന്താ ഇന്ദ്രേട്ടാ, രഘുവേട്ടൻ വണ്ടി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവൻ വണ്ടി എടുക്കാൻ ഉടനെ ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവന്റെ വണ്ടി വേണ്ടാന്ന്. ഇപ്പൊ എന്തായി? ഇന്ദ്രേട്ടാ, രഘുവേട്ടനെ ഒന്ന് തിരിച്ചു വിളിച്ച് ആ ഫോണിങ്ങതാ. ഞാൻ രഘുവേട്ടനോട് സംസാരിക്കാം. അതൊന്നും വേണ്ടനും. അവനിപ്പോ ആര് പറഞ്ഞാലും തലയിൽ കയറുന്ന അവസ്ഥയിലല്ല. ആ കോൾ എടുക്കാതിരുന്നാ മതിയായിരുന്നു. എടുത്തതെല്ലാം കുഴപ്പമായത്. എന്തു കുഴപ്പം എടുത്താല്? ഫോൺ എടുത്തത് കൊണ്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കാൻ പറ്റി. അല്ലെങ്കിലേ അവൻ ആ രഘു നമ്മളെ വഴിയിൽ ഇറക്കി വിട്ടേനെ. അല്ല, അവനെ പറഞ്ഞിട്ട് എന്താ? 10 പൈസയുടെ ലാഭത്തിന് ആ അല്പന്റെ വണ്ടി യാത്ര നടത്താൻ തീരുമാനിച്ച ഇവിടുത്തെ മണ്ടന്മാരെ പറഞ്ഞാ മതിയല്ലോ. മതി അമ്മേ, ഒന്ന് നിർത്ത്. നാട്ടിൽ വേറെ വണ്ടി കിട്ടാതെയൊന്നും അല്ലല്ലോ. ഇതല്ലെങ്കിൽ വേറൊരു വണ്ടി വിളിച്ച് നമ്മളങ്ങ് പോവും. ഇങ്ങനൊരു വണ്ടി വെറുതെ കിടക്കുന്നത് കൊണ്ട് അതിൽ പോവാന്ന് വെച്ചു. അതിലിപ്പോ എന്താ തെറ്റ്? ഏട്ടാ, ഞാൻ വേറെ വണ്ടി നോക്കട്ടെ. ഇപ്പോ യാത്ര ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, 2-3 ദിവസത്തേക്ക് പറ്റിയൊരു വണ്ടി പെട്ടെന്ന് കിട്ടുമോ സത്യ? എന്റെ കെയർ ഓഫില് ഈ ഡേറ്റിലേക്ക് ഒരു വണ്ടി ഇല്ലാത്തതുകൊണ്ടാ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറായത്. നമുക്ക് നോക്കാം എന്തിരേട്ടാ. KV ട്രാവൽസ് ഒന്ന് വിളിച്ചു നോക്കിയാലോ സത്യ? ആ ഉണ്ടെങ്കിൽ അവിടെ കാണും. ഇന്നെന്തോ സ്പെഷ്യൽ ഡേയാ. ഇഷ്ടം പോലെ കല്യാണങ്ങളും മറ്റും കാണും. എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്ക്.